ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. നിങ്ങളുടെ ജീവിതത്തിലെ തിരക്കിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഒരു കൊച്ചു വന്നിട്ട് തൻ്റെ അപ്പനോട് ചോദിക്കുകയാണ്, അപ്പ 1 മണിക്കൂർ ജോലി ചെയ്യുമ്പോഴത്തേക്കും അപ്പന് എത്ര രൂപയാണ് കിട്ടണത്? അപ്പനൊരു വലിയൊരു എമൗണ്ട് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൊച്ചങ്ങ പോയി. എന്താണ് ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? അപ്പനൊരു പിടുത്തവും കിട്ടിയില്ല. കുറെ മാസങ്ങൾക്ക് ശേഷം കൊച്ചു താൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈസയും കൊണ്ട് വന്നിട്ട് അപ്പന് കൊടുത്തിട്ട് പറയാണ്, അപ്പ ഈ പൈസ പിടിച്ചേ, എന്നിട്ട് ഒരു 5 മിനിറ്റ് എൻ്റെ പുരിക്ക്, ഒരു 5 മിനിറ്റ് എൻ്റെ പുരിക്ക്. അയാള് 5 മിനിറ്റ് പണിയെടുക്കണ പൈസയാണ് ആ കൊച്ച കൊണ്ടേ കൊടുത്തത്. കൊച്ചിന് വേണ്ടിയിരുന്നത് പൈസ ആയിരുന്നില്ല, സൗകര്യങ്ങളായിരുന്നില്ല, കൊച്ചിന് തൻ്റെ അപ്പനായിരുന്നു വേണ്ടിയിരുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സംഭവിക്കാറില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാറില്ലേ? എല്ലാ ദിവസവും അമ്മേനെ വിളിക്കണമെന്നുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. വീട്ടില് കൂടെ എല്ലാവരും ഇരിക്കണമെന്നുണ്ട്, സമയം ചെലവഴിക്കണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര ബിസിയാണ്. നമ്മുടെ ജീവിതത്തിൽ ജോലി, പണം എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനായിട്ട് നമ്മൾ മറന്നു പോകാറുണ്ട്. ഒരു ദിവസം വരും, അന്ന് നമ്മുടെ കയ്യിൽ ധാരാളം സമയം ഉണ്ടാവും, പക്ഷെ നമ്മൾ ഈ മാറ്റി വെച്ച ആ മനുഷ്യരെ ഉണ്ടല്ല, നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് കൂടെ കിട്ടണമെന്നില്ല. സെറ്റല്ലേ? ആ ഗ്രാമത്തിന്റെ നടുവിൽ കാടുപോലെ ഒരു പ്രദേശമുണ്ടായിരുന്നു. അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ മരങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അവിടുത്തെ ചെറുപ്പക്കാർ പറഞ്ഞു, ഈ പെരുമരങ്ങൾ ഒരു ഫലവും തരുന്നില്ലല്ലോ, ഇതൊക്കെ വെട്ടിമാറ്റിയാലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മരങ്ങൾ ഫലം തരുന്നില്ലായിരിക്കാം, പക്ഷേ ഈ കാടിന് തണൽ നൽകുന്നതും മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്നതും ഇവിടെയൊരു കാടിനെ നിലനിർത്തുന്നതും ഈ മരങ്ങളൊക്കെയാണ്. ഒരുപക്ഷെ ചിലരുടെ മഹത്വം ഫലം നൽകുന്നതിലല്ല, മറ്റുള്ളവയ്ക്ക് ഫലം ചൂടാൻ സാഹചര്യം ഒരുക്കുന്നതിലാണ്. സ്തുതിയായിരിക്കട്ടെ. ആ ഗ്രാമത്തിന്റെ നടുവിൽ നല്ലൊരു ചിന്ത. സത്യസന്ധമായ പ്രവചനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായിരുന്നു ആ ഗ്രാമത്തിലെ ഗുരു. അദ്ദേഹത്തിൻ്റെ മുൻകൂട്ടിയുള്ള നിർദ്ദേശങ്ങൾ നാടിനെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചിരുന്നു. ഒരിക്കലൊരു മഴയ്ക്ക് ശേഷം ഗ്രാമത്തിലെ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കരുതെന്ന് അദ്ദേഹം ഗ്രാമവാസികളെ വിലക്കി. എന്നാൽ അതനുസരിക്കാതെ എല്ലാവരും ആ വെള്ളം കുടിച്ചു. കുടിച്ചവർക്കെല്ലാം ഭ്രാന്തായി. ഗുരു മാത്രം ആ വെള്ളം കുടിച്ചില്ല. അദ്ദേഹം ഭ്രാന്തനായതുമില്ല. അങ്ങനെ വന്നപ്പോൾ ഗുരു പറഞ്ഞതെല്ലാം ഭ്രാന്തായി മറ്റുള്ളവർ വ്യാഖ്യാനിച്ചു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ അദ്ദേഹം ഗത്യന്തരമില്ലാതെ തടാകത്തിലെ വെള്ളം കുടിച്ച് നോർമലായി. ചെയ്യുന്നവരുടെ എണ്ണം കൂടിയാൽ തെറ്റുകൾ ശരികളായി രൂപാന്തരപ്പെട്ടു എന്ന് വന്നേക്കാം. ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ഏതു തെറ്റിനും ശരിയുടെ മുദ്ര ലഭിച്ചെന്നും വരാം. പക്ഷേ ഒരു പ്രവൃത്തിയുടെ വിജയം അത് ചെയ്യുന്നവരുടെ എണ്ണത്തെ നോക്കിയല്ല, അതിൻ്റെ ഫലത്തെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കേണ്ടത്. നാം ജീവിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടി മാത്രമാകരുത്, നിലപാടുകൾക്ക് വേണ്ടി കൂടിയാകണം. ജനപ്രീതി കിട്ടാൻ വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ജീവിതത്തിൻ്റെ പ്രത്യയ ശാസ്ത്രങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ മാറ്റിമറിക്കരുത്. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ടാകരുത് നാം ജീവിക്കുന്നത്. നമ്മുടെ നിലപാടുകൾ സാധൂകരിക്കാൻ വേണ്ടി കൂടി ആവണം.
ചില ദിവസങ്ങളിൽ കണ്ണാടിയിൽ കാണുന്ന നമ്മളെ നമുക്ക് ഇഷ്ടപ്പെടാറില്ല. ക്ഷീണം, മുഖത്തെ പാടുകൾ, പ്രസാദമില്ലായ്മ, ഇതൊക്കെ കാണുമ്പോൾ മടുപ്പ് തോന്നുമെങ്കിലും നമ്മൾ കണ്ണാടിയോട് ദേഷ്യപ്പെടാറില്ല. കാരണം കണ്ണാടി നമ്മളെ മോശക്കാരനാക്കിയതല്ല, നമ്മളിൽ ഉള്ളത് കാണിച്ചു തന്നതേയുള്ളൂ. ചില മനുഷ്യരും ചില അനുഭവങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമ്മെ അലോസരപ്പെടുത്തിയേക്കാമെങ്കിലും നമുക്കറിയാത്ത നമ്മെ അവർ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അസ്വസ്ഥരാക്കുന്നവരെല്ലാം ശത്രുക്കളല്ല, ചിലർ നമുക്ക് മുഖം നോക്കാനുള്ള കണ്ണാടികളാണ്. സ്തുതിയായിരിക്കട്ടെ. ചില ദിവസങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും നമ്മൾ സ്വന്തം വീടായിട്ടാണ് കാണും. വീട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.